അയാൾ ഇന്നുവരെയും ഈ ഒരു നിമിഷം വരെയും അതിനൊരു ഉത്തരം നൽകാത്തതുമാണ്. ആ 23 ദിവസം മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടം അവർക്ക് കൊള്ളരുതാത്തവനായി അല്ലെങ്കിൽ ബലാത്സംഗത്തിന് വേണ്ടി വിളിക്കുന്നവനായി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയുടെ അതേ വിഷയം തന്നെയാണ് ഗൈസ് ഇന്നും എനിക്ക് സംസാരിക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. ഇതിൽ ഞാൻ ഇപ്പം കുറച്ച് സമയം മുമ്പ് രാഹുലിന്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ അതിൽ പറഞ്ഞ 1-2 ചാറ്റ് രാഹുൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഒരു വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. രാഹുല് രാജിവെക്കരുതെന്നോ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെന്നോ ഒരു രീതിയിലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും അയാള് പുറത്തുവിട്ട ചാറ്റ്, അതായത് ഇതിനകത്ത് ഒരു പ്രശ്നം മാത്രമേ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മാത്രം ചെറിയൊരു ഉത്തരം മാത്രമാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അവന്തിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വിഷയം മാത്രം. അപ്പുറത്ത് രാഹുലിന്റെ വലിയൊരു അലിഗേഷൻ, അതായത് വലിയൊരു ഓഡിയോ ക്ലിപ്പ്, അത് എന്നിരുന്നാലും അയാൾ ഏറ്റവും കുറ്റക്കാരനാണെന്നും അല്ലെങ്കിൽ അയാൾ ഇന്നുവരെയും ഈ ഒരു നിമിഷം വരെയും അതിനൊരു ഉത്തരം നൽകാത്തതുമാണ്. അതുകൊണ്ട് അത് അപ്പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം, അതിനൊരു ഉത്തരം തരാത്തിടത്തോളം കാലം പുള്ളിയുടെ ഭാഗത്തൊരു ശരിയുണ്ടെന്ന് പറയാനേ പറ്റത്തില്ല. ആരും അത് പറയത്തുമില്ല. ഓക്കെ, എപ്പോഴും രാജി മുന്നോട്ട് വെക്കണം എന്നുള്ള രീതിയിൽ പല ആരോപണങ്ങളും വരുന്നുണ്ട്. അന്നേരം കുറച്ച് നിമിഷം മുമ്പ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവന്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ഓഗസ്റ്റ് 24, ഒരു 23 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു പരാതിയും എനിക്കില്ല എന്ന് പറയുന്ന അവന്തികയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് രാഹുൽ പുറത്തോട്ട് വിടുന്നു. ആ 23 ദിവസം മുമ്പ് പ്രശ്നവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലില്ലാത്ത അവന്തികയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടം അവർക്ക് കൊള്ളരുതാത്തവനായി, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറി എന്ന നിലയിൽ അവന്തിക മാധ്യമത്തിന് കൊടുക്കുന്ന അഭിമുഖം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായ മോശമായ അനുഭവം കുറച്ച് നാളൊക്കെ ഒരു 3 മാസം മുന്നേ എനിക്ക് അയാളുടെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ ലൈംഗിക ചേഷ്ടയോട് എൻ്റെ അടുത്ത് വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. കാരണം എന്നെ റേപ്പ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പൊ 3 മാസം മുമ്പ് രാഹുൽ മോശമായ രീതിയിൽ എന്നെ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു, എന്നെ ഇന്നതിനു വേണ്ടി ക്ഷണിച്ചിരുന്നു എന്ന രീതിയിൽ അവന്തിക മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അത് നിങ്ങളിപ്പോ കണ്ടത്. അതിനുശേഷം ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി അവന്തിക രാഹുൽ നയിക്കുന്ന, അതായത് അതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതോ ഒരു റിപ്പോർട്ടർ, ഇന്ന ചാനലിലെ ഏതോ റിപ്പോർട്ടർ ഈ അവന്തികയെ വിളിച്ച് ചോദിച്ചിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ നിനക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലിഗേഷൻ പറയാനായിട്ടുണ്ടോ, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും മോശമായ അഭിപ്രായം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടോ എന്ന രീതിയിൽ അവന്തികയെ വിളിച്ച് ചോദിക്കുകയും എന്നോട് ഇങ്ങനെ റിപ്പോർട്ടർ ഈ രീതിയിൽ വിളിച്ച് ചോദിച്ചു എന്ന രീതിയിൽ അവന്തിക രാഹുൽ നയിക്കുന്ന ഒരു സന്ദേശവും ആ റിപ്പോർട്ടറിനോട് അവന്തിക വ്യക്തമായി പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം എന്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹം ഒരു MLA ആണ്, അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിനെ കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കുന്ന അവന്തികയാണ് ഗൈസ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ആ അവന്തികയ്ക്ക് ഇപ്പം അല്ലെങ്കിൽ ആ അവന്തിക ഒരു പക്ഷെ രാഹുൽ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവന്തിക ഓഗസ്റ്റ് 1-ാം തീയതി വരെ അവന്തിക രാഹുലിനെ പൊക്കി പറഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ട് അവന്തിക അത് മറിച്ച് സംസാരിച്ചു എന്നുള്ളത് മനസ്സിലാക്കണോ? ഇതിനകത്ത് അവന്തികയോട് മോശമായി രാഹുൽ പെരുമാറിയിട്ടുണ്ടെന്നാണ് അവന്തിക ഈ ഒരു ഓഡിയോ പുറത്ത് വിട്ടതിന് ശേഷവും അവന്തിക പറയുന്നത്. അവന്തിക അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അവന്തികയുടെ മേൽ അല്ലെങ്കിൽ അവന്തിക ശരിയാണെന്നോ അല്ലെങ്കിൽ രാഹുൽ പറയുന്നതാണോ ശരി എന്നുള്ള രീതി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു പക്ഷേ അവന്തികയ്ക്ക് അന്നേരം അത് പുറത്തു പറയാനായിട്ട് എനിക്ക് ധൈര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് അവന്തിക പറയുന്നത്. എന്തെങ്കിലും രാഹുൽ പറഞ്ഞ കാര്യം ഞാൻ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രെട്ടണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറയുന്നത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടു പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല.
നിങ്ങളടുത്ത് സംസാരിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവിടെ ക്ലിയർ ആയത്. രാഹുൽ അവരെ സംബന്ധിച്ചോളം നല്ല സുഹൃത്താണ്. രാഹുൽ ഇതുവരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു അവന്തികയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്, ഈ ഒരു ഓഡിയോയിൽ കേൾക്കുന്നത്. ഈ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ അലിഗേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുന്നോട്ട് ചോദിക്കുന്ന ആ ഒരു ഓഡിയോയെ കുറിച്ച് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് പുള്ളി വലിയ ഉത്തരവൊന്നും തരുന്നില്ല. അതാണ് ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല. അതിപ്പോഴും ഞാനല്ല എന്നോ അതെന്റെ സൗണ്ട് അല്ല എന്നോ അദ്ദേഹം പറയുന്നില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവന്തികയെ വിളിച്ച് നമ്മുടെ മനോരമ ന്യൂസിനകത്ത് ഒരു ഓഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവന്തിക വളരെ ബബ്ബെ അടിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്നുള്ള രീതിയിലാണ് അവന്തിക സംസാരിക്കുന്നത്. കൂട്ടത്തിൽ പരസ്യമായി കേൾപ്പിക്കുകയും ഒപ്പം പ്രദർശിപ്പിക്കുകയും ചെയ്ത സന്ദേശത്തിന്റെ ഉടമ അവന്തിക, ഒരു ട്രാൻസ് സമൂഹത്തിൽപ്പെട്ട ആളാണ്. അവന്തിക നമുക്കൊപ്പം ചേരുന്നു. അവന്തിക, കണ്ടിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം? തീർച്ചയായും കണ്ടിരുന്നു. പക്ഷെ അത് 1/8/2025 ഈ അലിഗേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നുള്ള റെക്കോർഡാണ്. അന്ന് ഞാൻ ആ സെയിം റിപ്പോർട്ടറോടാണ് പിന്നീട് ഞാൻ ഈ കാര്യം തുറന്ന് സംസാരിക്കുന്നത്. അപ്പൊ അത് പഴയൊരു റെക്കോർഡറാണ്. എന്തെങ്കിലും ആ സമയത്ത് അപ്പോൾ അവന്തികയ്ക്ക് പരാതി ഉണ്ടായിരുന്നില്ല, പിന്നീട് പരാതി ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ സമയത്ത് തുറന്നു പറയാൻ പറ്റിയ മാനസികാവസ്ഥയിൽ അല്ലാത്തിരുന്നില്ല, ഞാൻ അന്ന് തുറന്ന് സംസാരിച്ചില്ല എന്ന് മാത്രമാണ്. രാഹുൽ അവകാശപ്പെട്ടത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തനിക്ക് ഒപ്പം നിൽക്കുമോ എന്ന ചോദ്യത്തിന് നിൽക്കുമെന്നും അവന്തിക അന്ന് പറഞ്ഞിരുന്നു എന്നാണ്. സോറി, രാഹുൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറയുന്ന ഓഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ആരോപണം അവന്തികയോട് ആ റിപ്പോർട്ടർ രാഹുലിനെ കുറിച്ച് സംസാരിക്കുമ്പം ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു അലിഗേഷൻ എനിക്കെതിരെ പറഞ്ഞതിന് അവന്തിക എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ അന്നേരം ഒരു പ്രശ്നവും രാഹുലിനെ കുറിച്ച് പറയാത്ത അവന്തികയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരാഴ്ചക്ക് മുമ്പ് രാഹുൽ കൊള്ളരുതാത്തവനായി, അല്ലെങ്കിൽ 3 മാസം മുമ്പ് രാഹുൽ എന്നെ അങ്ങനെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ, എനിക്കറിയത്തില്ല പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇപ്പോഴും പറയാനായിട്ട് പറ്റത്തില്ല. അന്നേരം ഇപ്പൊ എന്തുകൊണ്ട് അവന്തിക ആ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചു എന്നുള്ള കാര്യം, എന്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോയൊക്കെ പുറത്തു വന്നപ്പോഴാണോ ഇനി അവന്തികയ്ക്ക് ധൈര്യം വന്നതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റിസിന് വേണ്ടിയുള്ള തന്റെ പോരാട്ടത്തിൽ രാഹുലിനൊപ്പം നിൽക്കുമോ എന്ന് രാഹുൽ ചോദിച്ചു. അവന്തിക യെസ് എന്ന് മറുപടിയും നൽകിയിരുന്നു. അതെ, അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്താണ് ജസ്റ്റിസിന് വേണ്ടി അതിനുവേണ്ടി ഞാൻ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞുള്ളതാണ്. പക്ഷെ അയാളുടെ ഭാഗത്ത് ശരിയല്ലല്ലോ, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിഞ്ഞപ്പോഴാണ് പിന്നീട് ഞാനും തുറന്ന് സംസാരിക്കാൻ തയ്യാറായത്. അതൊരു പഴയ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു വാദം നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു പഴയ ഓഡിയോ ക്ലിപ്പാണ്. അത് 1/8/2025 നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാലും ഈ ഒരു മാസം അധികം അകലെയല്ല, ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ്. രാഹുലിനോട് തന്നെ രാഹുൽ നല്ലവനാണ് എന്ന് പറഞ്ഞ് രാഹുലിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിനു മുമ്പും രാഹുൽ മോശമായിട്ട് അവന്തിയോട് പെരുമാറിയിട്ടുണ്ട് എന്ന രീതി തീരുമാനത്തിൽ ഇപ്പോഴും അവന്തിക ഉറച്ചു നിൽക്കുകയാണ്. ഇതിനകത്ത് അടിയിൽ വന്ന കമന്റ് ഒന്നും നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. ഒരുപാട് പേര് അവന്തികയെ ചീത്ത വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് അവന്തികയെ കുറ്റം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും നാൾ മൂടി വെച്ചു എന്നുള്ള കാര്യം. കാരണം മൂടി വെച്ചു എന്നല്ല, എന്തുകൊണ്ട് ഈ ഒരു മാസം, അതായത് ഒരു 23 ദിവസത്തിന് മുമ്പ് വരെ അവന്തികയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അവന്തികയുടെ വിഷയം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനകത്ത് രാഹുൽ കുറ്റക്കാരനല്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഇതിന് മാത്രമേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. കാരണം 23 ദിവസങ്ങൾക്ക് മുമ്പ് അവന്തികയ്ക്ക് രാഹുൽ നല്ല ഫ്രണ്ട് ആയിരുന്നു, നല്ല സുഹൃത്തായിരുന്നു, ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുലിനെ കുറിച്ച് വലിയ അലിഗേഷൻ പറഞ്ഞുകൊണ്ട് അവന്തിക മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രശ്നം 3 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ തന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നൊരു കാര്യം അവന്തികക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവന്തിക അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചക്ക് മുമ്പ് അവന്തിക എന്തുകൊണ്ട് അത് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഇപ്പോഴും ഒരു പരാതി എന്നൊരു കാര്യത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല. ആക്ച്വലി എന്തിനായിരിക്കും ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു വേട്ടയാടൽ? മുന്നോട്ട് തന്നെ അറിയാൻ പറ്റും. എന്നിരുന്നാലും തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്നൊരു കാര്യമുണ്ട്. രാഹുൽ മുന്നോട്ട് വരുമായിരിക്കും. എന്നിരുന്നാലും ആ ഒരു വലിയ അലിഗേഷൻ ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്നു. അതിന് ഉത്തരം ഇപ്പോഴും രാഹുൽ പറയുന്നില്ല. അതിന് ചോദിക്കുമ്പോൾ ചോദ്യത്തിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയാണ്. അതിന് ആ ഒരു കാര്യം അപ്പുറത്ത് നിൽക്കുന്നോടത്തോളം കാലം രാജി എന്നൊരു കാര്യം ഇപ്പുറത്തെ ത്രാസിൽ അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.